എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും MHL സ്മാർട്ട് ലാബ്സ്, ദുബായ് റോഡ്, എറിയാട്, ബഹദൂർ മാൾ, കാര ആൻഡ് മാനൂസ് പ്രോപ്പർട്ടീസ്, അസ്മാബി കോളേജ്. കൊടുങ്ങല്ലൂരിൽ ഇത്തവണ പോരാട്ടം കടുക്കും. ഏതു മുന്നണി ജയിക്കുമെന്നത് പ്രവചനാതീതം. രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്ന കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഇഞ്ചോടിഞ്ചുള്ള ത്രികോണ മത്സരത്തിന് 3 മുന്നണികളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റിനെ ബാലറ്റിലൂടെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത് ചരിത്രം സൃഷ്ടിച്ച മണ്ഡലത്തിന്റെ സിരാകേന്ദ്രമാണ് കൊടുങ്ങല്ലൂർ. 1979 പിറവി. അന്നുമുതൽ ഇടതുപക്ഷത്തോടൊപ്പമാണ്. അരനൂറ്റാണ്ട് LDF സർവാധിപത്യത്തോടെ ഭരണം കൈയാളിയിരുന്ന കൊടുങ്ങല്ലൂരിൽ ഇത്തവണ കാര്യങ്ങൾ എളുപ്പമാകില്ല. കഴിഞ്ഞ തവണ തലനാരിഴയ്ക്ക് തെന്നിമാറിയ അധികാരം കൈപ്പിടിയിലൊതുക്കാൻ BJP കാലേക്കൂട്ടി ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഇടതു നേതൃത്വവും അതീവ ഗൗരവത്തോടെയാണ് കൊടുങ്ങല്ലൂർ പോരാട്ടത്തെ കാണുന്നത്. അതിൻ്റേതായ ജാഗ്രതയും അരങ്ങിലും അണിയറയിലും പ്രകടമാണ്. നിർണായക ശക്തിയാകുകയെന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസും UDFും അംഗം കുറിക്കുന്നത്. 2020 തിരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF ഭരണം നിലനിർത്തിയത്. 44 വാർഡുകളിൽ 21 വാർഡുകളിൽ ജയിച്ച ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ BJP LDFിനെയും കോൺഗ്രസിനെയും ഞെട്ടിച്ചിരുന്നു. CPMൽ നിന്ന് 3 കോൺഗ്രസിൽ നിന്ന് 1 സീറ്റുകൾ BJP പിടിച്ചെടുത്തു. 2015 നഷ്ടപ്പെട്ട 4 ഖണ്ഡം CPM തിരിച്ചുപിടിച്ചതോടെയാണ് BJPയെ 21 തളക്കാനായത്. ഒപ്പം UDFിന്റെ 3 സീറ്റും LDF കൈക്കലാക്കി. LDFിന് 22 കോൺഗ്രസിന് കേവലം 1 സീറ്റുമാണ് ലഭിച്ചത്. ഇത്തവണ വർദ്ധിച്ച 2 വാർഡുകളിൽ LDFിൽ ഓരോന്ന് വീതം CPMും CPIയും വീതിച്ചെടുത്തു. BJP സംസ്ഥാന നേതൃത്വം പ്രഥമ പരിഗണന നൽകുന്ന നഗരസഭകളിലൊന്നാണ് കൊടുങ്ങല്ലൂർ നഗരസഭ. അതുകൊണ്ട് തന്നെ നഗരസഭ കൗൺസിലിലും പുറത്തും BJP ഉയർത്തിക്കൊണ്ടുവന്ന സമരങ്ങളും സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിൻ്റെയും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെയും മറ്റു നേതാക്കളുടെയും കൊടുങ്ങല്ലൂരിലേക്കുള്ള വരവും മറ്റും അവരുടെ ലക്ഷ്യം വ്യക്തമാക്കുന്നതാണ്. ആരോപണങ്ങൾക്കെതിരെ പ്രതിരോധവും തിരിച്ചടിയുമായി LDFും കട്ടക്ക് നിന്നു. ഇരു കൂട്ടരെയും എതിർത്ത് കോൺഗ്രസും UDFും കളത്തിലുണ്ട്. പഴയകാല പ്രതാപം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ഒരുങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വേറിട്ട് മത്സരിച്ച മുസ്ലിം ലീഗുമായി ധാരണയുണ്ടാക്കി കൈവിട്ടുപോയ പ്രതാപം തിരിച്ചുപിടിക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ്. ഇത്തവണ കേരള കോൺഗ്രസിനും RSPക്കും ഓരോ വാർഡുകൾ നൽകി UDF സംവിധാനം ശക്തമാക്കിയിട്ടുണ്ട്. വിയത്തുകുളം വാർഡിൽ കോൺഗ്രസ് വിമതൻ ഉറച്ചു നിൽക്കുന്നത് UDFിന് തലവേദനയാണ്. LDFിന്റെ ഭരണ തുടർച്ചയ്ക്ക് ഒരു ഇളക്കം തട്ടിയത് 2005 ഇടതുപക്ഷവും എതിർപക്ഷവും 13 സീറ്റ് വീതം നേടി തുല്യത പാലിച്ചപ്പോഴാണ്. എങ്കിലും സ്വതന്ത്രനായി വിജയിച്ച CPMകാരനായ PH അബ്ദുൾ റഷീദിന്റെ പിന്തുണയോടെയാണ് LDF ഭരണം നിലനിർത്തിയത്. 2010 മേത്തല പഞ്ചായത്തിനെ നഗരസഭയോട് ചേർത്ത ആകെ 44 സീറ്റിൽ ഇടതുനില 27ലേക്ക് ഉയർന്നു. 11 സീറ്റ് നേടി കോൺഗ്രസും 6 സീറ്റോടെ BJPയും നില മെച്ചപ്പെടുത്തി. പിന്നീട് 2015 BJP 16 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷി സ്ഥാനവും പ്രതിപക്ഷ നേതൃത്വവും കൈയടക്കുന്നതാണ് കണ്ടത്. മേത്തലയിലേക്കും BJP പടർന്നു കയറി. ഇതൊക്കെയാണെങ്കിലും 24 സീറ്റുമായി ഭരണം കൈപ്പിടിയിലൊതുക്കാൻ LDFിന് കഴിഞ്ഞു. ഇത്തവണ കേരള സർക്കാരുകളുടെ വിവിധ പുരസ്കാരങ്ങളുടെ പിൻബലത്തിൽ വികസന തുടർച്ചയ്ക്കും സമാധാനത്തിനുമാണ് LDF വോട്ട് ചോദിക്കുന്നത്. സമഗ്ര വികസന പത്രികയും അവർ പുറത്തിറക്കിയിട്ടുണ്ട്. വികസന മുരടിപ്പ് ആരോപിച്ചും വികസന രേഖ പ്രഖ്യാപിച്ചുമാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2 വർഷമായി തുടരുന്ന അടിപ്പാത സമരം ഉൾപ്പെടെ പ്രാദേശിക വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. 2 വാർഡ് വർദ്ധിച്ചതോടെ ഇത്തവണ 45 സീറ്റിലേക്കാണ് കൊടുങ്ങല്ലൂരിൽ മത്സരം നടക്കുന്നത്.